നമസ്തേ. സാധാരണക്കാരന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് പ്രയത്നിക്കുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ ജീവിതത്തിന്റെ അവസാനവും സാധാരണക്കാരനായിട്ട് തന്നെ മരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ അവശേഷിച്ചുകൊണ്ട് സ്വപ്നം കണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും നേടാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം ഒരു പരാജിതനെ പോലെയോ അല്ലെങ്കിൽ സകലതിനോടും അടിയറവ് പറഞ്ഞുകൊണ്ട് ഗിവപ്പ് ചെയ്തുകൊണ്ട് നിർത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ അച്ചീവ്മെന്റ് നേടാനായിട്ട് സാധിക്കാതെ സ്വന്തം കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പണം കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനായിട്ട് യാതൊരു കുറവുമില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് മനുഷ്യൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ അവന്റെ ജീവിതം തള്ളി നീക്കുന്ന സമയത്ത് കാലാന്തരങ്ങളായിട്ട് യുഗയുഗാന്ത്യങ്ങളായിട്ട് മറച്ചു വെച്ചിരിക്കുന്ന നിഗൂഢമായിട്ടുള്ള ശക്തി ജനിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ ഉള്ളിൽ തന്നെ ദൈവം നൽകിയതായിട്ടുള്ള വരം, ദൈവം നൽകിയതായിട്ടുള്ള ഗിഫ്റ്റ്, ക്രിയേറ്റർ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടുള്ള ആ ഒരു സിദ്ധി അവൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെയും ഭൗതികമായിട്ടുള്ള ശരീരത്തിന്റെയും ഭൗതികമായിട്ടുള്ള ലോകത്തിന്റെയും ടീച്ചിങ്സിനെ ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഈ നിഗൂഢമായിട്ടുള്ള രഹസ്യം അവന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുമില്ല. ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നിഗൂഢമായിട്ടുള്ള രഹസ്യം നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും സഫലമാക്കാനും വലിയതായിരിക്കുന്ന ലക്ഷ്യങ്ങളെ നേടാനായിട്ടും നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി, അതിനെ പുറത്തു കൊണ്ടുവരികയാണ് ഈ വീഡിയോയിലൂടെ. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഫലം ലഭിക്കുന്നില്ല, ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമാണ് ബാക്കി എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ ഉപബോധ മനസ്സിന്റെ ശക്തിയും അതുപോലെ തന്നെ ആത്മാവിന്റെ ശക്തിയും അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിൽ മെർജ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ മുൻപ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്ന ഹെർമറ്റിസിസത്തിലെ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ചില കാര്യങ്ങൾ ചിലപ്പോൾ അല്പം ആഴത്തിലുള്ളതായിരിക്കും, ചിലത് അല്പം സങ്കീർണമായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലായില്ല എന്ന് തോന്നിയെങ്കിലും പിന്നീട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് പരാജയത്തിന്റെ അടിസ്ഥാന കാരണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ കൂടുതലും പരാജിതരോട് സംസാരിക്കുക. പരാജിതരുടേതായിട്ടുള്ള അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അത് ഒഴിവാക്കി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ട്രയൽ ആൻഡ് എററുകൾ ഒഴിവായി കിട്ടുകയും ഒരുപാട് സമയം ലാഭിക്കാനായിട്ടും സാധിക്കും എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുക. നമുക്ക് നോക്കാം പരാജയത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത്. ഒന്നാമതായിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള പരിശ്രമമാണ്, ഹാർഡ് വർക്ക്. അത് ഫോക്കസ് ഇല്ലാതെ മനസ്സിന്റെ ആഗ്രഹങ്ങളും മനസ്സിന്റെ ഭാവനയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള കഠിന പരിശ്രമം. ലക്ഷ്യമില്ലാതെ ഒരുപാട് നടന്നതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. എന്നാൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യത്തിനോട് അടുക്കുക തന്നെ ചെയ്യും. ഇതുപോലുള്ളൊരു നാച്ചുറൽ ലോ ആണ് വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അമിതമായിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമമാണ് പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മവിശ്വാസമില്ലാത്തതായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ലക്ഷ്യമില്ലാതെ പരിശ്രമിക്കുന്ന സമയത്ത് പരാജയങ്ങളിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് ദിശയില്ലാതെ ഏതോ ദിക്കുകളിലേക്ക് അലയുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉള്ള ആത്മവിശ്വാസം കൂടെ ചോർന്നു പോകുമെന്നുള്ളതാണ്. എന്നാൽ ശരിയായ മാർഗത്തിൽ ചരിക്കുന്ന സമയത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുകയും വിജയത്തിലേക്ക് പോകാനായിട്ടും സാധിക്കും. അപ്പൊ ഒന്നാമത്തെ കാരണമായിട്ടുള്ള കഠിന പരിശ്രമത്തിന്റെ കൂടെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അവനവന്റെ ഉള്ളിലെ തന്നെ ആത്മീയ ശക്തി ഉപയോഗിക്കാൻ കഴിയാത്തതാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അവനവന്റെ തന്നെ മനസ്സ്, ആ മനസ്സിന്റെ പല തലങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് അബോധതലം, എന്താണ് ഉപബോധതലം, എന്താണ് ബോധതലം, എന്താണ് ആത്മാവ്, ആത്മാവിന്റെ പർപ്പസിനെ എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എങ്ങനെ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള എക്സിസ്റ്റൻസുമായിട്ട് നമ്മുടെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന ക്വസ്റ്റ്യൻസ് ഒന്നും മനുഷ്യൻ അഡ്രസ് ചെയ്യുന്നില്ല ഇന്നത്തെ ഈ ഒരു ആധുനിക കാലത്ത്. പകരം അവൻ ജീവിക്കാൻ വേണ്ടുന്ന പണം കിട്ടുന്നതിന് വേണ്ടിയുള്ള വഴികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വ്യഗ്രതപ്പെട്ടിരുന്ന് അടിമപ്പണി എടുത്തുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ മനസ്സിലാക്കുന്നില്ല താൻ പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും അവസാനമുള്ളത് മരണമാണ് എന്നുള്ളത്. ആ മരണത്തിന് മുൻപ് നേടുവാനായിട്ടുള്ള വഴി നമുക്കാരും പറഞ്ഞു തരുന്നതുമില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിഗൂഢവും ഉന്നതവുമായിട്ടുള്ള രഹസ്യങ്ങളാണ് നമ്മൾ ഇനി വിവരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മനസ്സിന്റെ വിവിധ തലങ്ങൾ,
ഒന്നാമതായിട്ട് നമ്മുടെ ബോധ മനസ്സ്, നമ്മൾ ബോധപൂർവമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും, നമ്മുടെ അവയർനെസ്, നമ്മളുടെ കോൺഷ്യസ്നെസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതായിട്ടുള്ള നമ്മുടെ അവെയർ ആയിട്ടുള്ള മനസ്സിന്റെ ആ ഒരു ഉണർന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് പ്രത്യക്ഷത്തിൽ അത് ഉണർന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ അത് ഉറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇതിനപ്പുറത്തേക്കുള്ള ഉപബോധ മനസ്സ് 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അബോധതലങ്ങളും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുകയാണ്. ജലത്തിൽ കിടക്കുന്ന സമയത്ത് ഐസ് മലയുടെ ഏറ്റവും പുറത്ത് കാണുന്ന ഭാഗമാണ് ബോധമനസ്സ് എന്നുണ്ടെങ്കിൽ അതിന്റെ വെള്ളത്തിനടിയിലേക്കുള്ള വലിയ ഭാഗമാണ് തീർച്ചയായിട്ടും അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഈ ഒരു വേളയിൽ നമ്മുടെ മനസ്സിന്റെ വിവിധ തലങ്ങളും ആത്മാവും നമ്മുടെ ബോധ മനസ്സും നമ്മുടെ ശരീരവും ഇത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ട് ഇടപഴകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമ്മുടെ ബോധമനസ്സും അബോധതലങ്ങളും കൂടി എങ്ങനെയാണ് ഇഴുകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു തലം എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്യും എന്നുള്ളതാണ്. വൺസ് അത് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ശക്തികൾക്കും ഒരു തളർത്തുന്ന വാക്കുകൾക്കും നിങ്ങളെ പുറകോട്ട് വലിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഉള്ളിലെ തന്നെ നെഗറ്റീവ്സിന് പോലും നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. എത്ര ശക്തമായിട്ടുള്ള തിരിച്ചടികൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പുറകോട്ട് മാറുകയില്ല. കാരണം നിങ്ങൾ സത്യവും, ഈ സത്യം എന്ന് പറയുന്നത് മിഥ്യയ്ക്കപ്പുറത്തുള്ള, മായയ്ക്കപ്പുറത്തുള്ള, ഇല്യൂഷൻ അപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തിനെ കണ്ട ആളുകളാണ്. സാധാരണ ആളുകൾ കാണുന്നതായിട്ടുള്ള അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് അതീന്ദ്രിയമായിട്ടുള്ള മൂന്നാമത്തെ കണ്ണുപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതീന്ദ്രിയമായിട്ടുള്ള മറ്റു തലങ്ങളിലുള്ള യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കുകയും ഇതെങ്ങനെയാണ് നമ്മുടെ ഈ കേവലം ഒരു മനുഷ്യനായിട്ടുള്ള എൻ്റെ ശരീരത്തിലൂടെയും എൻ്റെ മനസ്സിലൂടെയും എൻ്റെ ബുദ്ധിയിലൂടെയും എൻ്റെ പ്രവൃത്തികളിലൂടെയും ഇത് വർത്തിക്കുന്നതെന്നും എന്നെ അത് വിജയത്തിലേക്ക് എങ്ങനെയാണ് നടത്തുന്നതെന്നും ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ലൈഫ് കാഴ്ചവെക്കുവാനായിട്ട് എങ്ങനെയാണ് സൃഷ്ടാവ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ സകല വിധത്തിലുള്ള യുക്തിവാദങ്ങളും നിരീശ്വരവാദവും മതപരമായിട്ടുള്ള വർഗീയ ചിന്തകളും ഒക്കെ ഉപേക്ഷിച്ച് ആത്മീയപാതയിലൂടെ നടന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നതവും ഏറ്റവും ശ്രേഷ്ഠവും മഹോന്നതവുമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു കാര്യം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേടേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ഉപബോധ മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം യാഥാർത്ഥ്യമാണ്. ഉപബോധ മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപബോധ മനസ്സ് അതിനെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് എത്തുവാനായിട്ടുള്ള പ്രവർത്തികൾ നടത്തുകയാണ്. ഉപബോധ മനസ്സിൽ മാത്രം ഈ പ്രവർത്തികൾ നടന്നതുകൊണ്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടുമില്ല. ഉപബോധ മനസ്സ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ കോൺഫിഗർ ചെയ്യുകയാണ്, നമ്മുടെ ബ്രെയിനിനെ കോൺഫിഗർ ചെയ്യുകയാണ്, നമ്മുടെ ബോഡിയെ കോൺഫിഗർ ചെയ്യുകയാണ്. റീകോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒരു റീപ്രോഗ്രാമിംഗ് ആണ് ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശം അത് സ്വീകരിച്ച് കഴിയുന്ന സമയത്ത് നമ്മളിൽ നടക്കുന്നത്. ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ തലവുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബോധ മനസ്സാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ സൃഷ്ടി എന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. പ്രാചീന ഭാരതീയ സങ്കല്പങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവ് കാരണ ശരീരവുമായിട്ട് മറ്റൊരു ഭ്രൂണത്തിലേക്ക് ഇൻകാർണേറ്റ് ചെയ്ത സമയത്ത്, ആ സമയത്ത് നമ്മളിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വാസനകള്, നമ്മളിൽ കഴിഞ്ഞ ജന്മത്തിലടക്കം ഉണ്ടായിരുന്ന സംസ്കാരങ്ങള്, ഇതിന്റെ എല്ലാം ആകെ തുകയായിട്ടാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും ഈ ജന്മത്തിലേതായിട്ടുള്ള വാസനകളും രൂപപ്പെടുന്നത് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുക. അപ്പൊ ആത്മാവാണ് ആത്യന്തികമായിട്ട് എല്ലാത്തിന്റെയും ഒരു കർത്താവായിട്ട് വർത്തിക്കുന്നത്. ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിന്റെ കാരണ ശരീരം എന്നുള്ള ഭാഗമാണ് ഈ ഒരു കർത്താവായിട്ട് വർത്തിക്കുന്നത്. ആത്മാവ് അതിന്റെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. ആ പ്യൂറസ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൂടുതൽ ആക്സസ് കിട്ടുന്ന സമയത്ത് നമ്മൾ വിജയിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് കാരണ തലത്തിലേക്കെങ്കിലും നമുക്ക് ആക്സസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരുപാട് സത്യങ്ങൾ വെളിവായി കിട്ടുകയാണ്. ആരാണ് ഞാൻ, എന്തായിരിക്കാം എൻ്റെ പൂർവ്വജന്മത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി, എൻ്റെ വാസനകൾ, അല്ലെങ്കിൽ എന്നിൽ അലിയിച്ചു കളയേണ്ടതായിട്ടുള്ള സംസ്കാരങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഈ ജന്മത്തിലെ സ്വഭാവത്തിലെ കടുംപിടുത്തങ്ങളൊക്കെ മാറ്റാൻ വേണ്ടുന്നതായിട്ടുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണ്, എനിക്ക് മോക്ഷത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വളരെ ഡീപ്പ് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നമുക്ക് ഈ കാരണതലത്തിലേക്ക് ആക്സസ് കിട്ടുന്ന സമയത്ത് സാധിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഈ തലങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളത്.
അതിന്റെ രഹസ്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഞാൻ റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. വൺസ് ഉപബോധ മനസ്സ് നിങ്ങളുടെ ആഗ്രഹം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ എല്ലാ ഊർജങ്ങളും, നിഗൂഢമായിട്ടുള്ള മനസ്സിന്റെ അറകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സകല ഊർജവും സകല സാധ്യതകളും അത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ഭവനം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വാഹനം വേണം, നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാകണം. ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിന് കൊടുക്കുകയാണ്. ചിലപ്പോൾ അതൊരു രോഗത്തിൽ നിന്ന് മുക്തി നേടണം, അത്തരത്തിലുള്ള ഒരു കാര്യമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം, എന്താണ് എന്റെ പർപ്പസ് എന്നുള്ളത് ആദ്യം റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്റെ പർപ്പസ്, എന്റെ ലൈഫിന്റെ മീനിങ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് മുൻപുള്ള പല വീഡിയോകളിൽ പല രീതിയിൽ ഞാൻ സംസാരിച്ചതുകൊണ്ട് ഇവിടെ ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ വൺസ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ആത്മാവുമായിട്ട് ഈ ഒരു ആഗ്രഹത്തിനെ മാച്ച് ചെയ്ത് നോക്കുകയാണ്. ആ സമയത്ത് അത് മാച്ചിങ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ ഉപബോധ മനസ്സ് അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുക. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിനെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കുകയും ഉപബോധ മനസ്സിനെ എങ്ങനെയാണ് അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കാണാനായിട്ട് പോവുകയാണ്. ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഗ്രഹം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ റീകോൺഫിഗറേഷൻ അവിടെ നടന്നു കഴിഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹെർമറ്റിക് പ്രിൻസിപ്പിൾസ് നോക്കുന്ന സമയത്ത് പണ്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ലോ ഓഫ് കറസ്പോണ്ടൻസ് കാണാനായിട്ട് സാധിക്കും. ഹെർമറ്റിക് ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ളതാണ് പുറത്തുള്ളത്, പുറത്തുള്ളതാണ് ഉള്ളിലുള്ളത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിന്റെ ഭൗതികമായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിലാണെന്നുള്ള രീതിയിലാണ് നമുക്ക് പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും, അത് ഉള്ളാണെങ്കിലും അത് പുറമാണെങ്കിലും, അവിടെ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള കോൺഫിഗറേഷൻസ്, അവിടെ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മളുടെ പുറത്തുള്ള യാഥാർത്ഥ്യത്തിനെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളുടെ ചുറ്റുപാടുകളെ ക്രമീകരിക്കുന്നതിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആരംഭത്തിൽ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. വൻ മലകളുടെ മുകളിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്ന സമയത്ത് പാറകളുടെ വിടവിലൂടെയും മറ്റും വെള്ളം പതിയെ ഒഴുകി ഇറങ്ങി പോകുന്ന സമയത്ത് വളരെ ചെറിയൊരു വിള്ളലാണ് പിന്നീട് വലിയൊരു മലയിടിച്ചിലോ ഉരുൾപൊട്ടലോ ആയിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രകൃതിയിൽ എന്ത് കാര്യവും വളരെ ചെറുതിൽ നിന്ന് തുടങ്ങി മാസീവായിട്ടുള്ള ഇവന്റ്സിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള മനസ്സിന്റെ ശക്തി, പ്രധാനമായിട്ടും ഉപബോധ മനസ്സിന്റെ ശക്തി വേണ്ട രീതിയിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭൗതിക പ്രപഞ്ചം അതിനനുസരിച്ച് റീകോൺഫിഗർ ചെയ്യുന്നത് വഴി സാധ്യമാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് മോശമായിട്ടുള്ള രീതിയിൽ, തെറ്റായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, നെഗറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻസ് ആണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പരാജയത്തിലേക്കും പോകും. പലപ്പോഴും നമ്മൾ കൂടുതൽ സമയത്തും നെഗറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള 1% ഓഫ് ആൾക്കാർ അതിനെ പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സാധാരണക്കാരിൽ നിന്നും വളരെ ഉന്നതമായിട്ടുള്ള വിജയത്തിന്റെ അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ ഉള്ളിൽ പോലും പോസിറ്റിവിറ്റി കാണാൻ പറ്റാതെ അവരൊക്കെ തട്ടിപ്പിൽ കൂടെയും വെട്ടിപ്പിൽ കൂടെയാണ് അങ്ങനെ എത്തിയത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് ആനുകാലികമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നിട്ട് അവരൊക്കെ ആ റോങ് ആയിട്ടുള്ള വഴിയിൽ കൂടിയാണ് ഇത്ര ഉന്നതിയിലേക്ക് എത്തിയത് എന്നുള്ള തെറ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഫലമായിട്ട് ആളുകൾ തെറ്റുകൾ ചെയ്തുകൊണ്ട് അതുപോലെ ആകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് വീഴുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഉപബോധ മനസ്സിന്റെയും ബോധ മനസ്സിന്റെയും ഒക്കെ നമ്മുടെ ഈ ജന്മത്തിന്റെ തന്നെ തെറ്റായിട്ടുള്ള യൂസേജ് ആണ് എത്തിക്സിനും മൊറാലിറ്റിക്കും വാല്യൂസിനും വിപരീതമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം ഉപബോധ മനസ്സിനെ നമ്മൾ ക്രിയാത്മകമായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം, സമാധാനം, വിജയം, ഇതായിരിക്കും അതിന്റെ റിസൾട്ടായിട്ടുണ്ടാകുന്നത്. അതിനുവേണ്ടി ഈ ഭൂമിയിൽ നിങ്ങളുടെ ചുറ്റിനും ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യന്റെയും ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉപദേശം നൽകുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഗുരുസ്ഥാനത്തുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യണം എന്നുള്ളത് പറയുന്നവനല്ല നിന്റെ ഗുരു. നീ ഏത് ദിശയിലേക്ക് നോക്കണം എന്ന് പറയുന്നവനാണ് ഗുരു എന്നുള്ളത് ഒന്നും കൂടി ഞാനിവിടെ എടുത്തു പറയുകയാണ്. റിയൽ ആയിട്ടുള്ള ഗുരു എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് പറയുന്ന വ്യക്തിയല്ല, എവിടേക്ക് നോക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ്.
അപ്പൊ ആ സമയത്ത് നമ്മൾ ചുറ്റിനും സാധാരണക്കാരും നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് നീ അങ്ങനെ ചെയ്യൂ, നീ ഇങ്ങനെ ചെയ്യൂ, നീ അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കൂ, നീ ഇന്ന കോഴ്സിന് പോയി ചേരൂ, നീ ഇന്ന രീതിയിലുള്ള ജോലിക്ക് പോകൂ, നീ ഇന്ന സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോകൂ, ഇങ്ങനെയാണ് ഉപദേശിക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഉപദേശങ്ങളൊക്കെ പാടെ തള്ളിക്കളയുക. റിസീവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നിങ്ങളൊരു സാധാരണ മനുഷ്യനായിട്ട് മാത്രം മാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു യഥാർത്ഥ ഗുരുവിൽ നിന്ന് കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ റിയലൈസ് ചെയ്യുകയാണ്, ഗുരു കാണിച്ചു തരുന്നത് നീ ഇന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുക്കുമെന്ന് യഥാർത്ഥ ഗുരു ഒരിക്കലും പറയുകയില്ല. മറിച്ച് അദ്ദേഹം അവിടേക്ക് നോക്കൂ എന്നാണ് പറയുക. അവിടെ നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന ഇൻസൈറ്റ്സ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ശിഷ്യനാണ് എന്നുണ്ടെങ്കിൽ അവൻ പറയും, ഞാൻ അവിടെ ആ പക്ഷിയുടെ കണ്ണ് മാത്രം കണ്ടു എന്ന് പുരാണങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുരുവിൽ നിന്ന് കൃത്യമായിട്ട് ആ ഇൻസൈറ്റ് റിസീവ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ പർപ്പസ്, അവന്റെ മീനിങ് കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു സിംബോളിസവും കൂടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റിയൽ ഗുരു എന്ന് പറയുന്നത് എവിടേക്ക് നോക്കണമെന്ന് മാത്രമാണ്, ഒരു ഡയറക്ഷൻ മാത്രമാണ് തരികയുള്ളൂ. അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ പർപ്പസ് ആണ്, അവന്റെ സോൾ പർപ്പസ് ആണ് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം നിങ്ങളുടെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കി നിങ്ങളുടെ ആത്മാവിന്റെ ഹിതം എന്താണെന്നുള്ളത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. അതിന് യോഗ ആവശ്യമായിട്ട് വന്നേക്കാം, ധ്യാനം ആവശ്യമായിട്ട് വന്നേക്കാം, പ്രാർത്ഥന ആവശ്യമായിട്ട് വന്നേക്കാം, ഒറ്റയ്ക്കുള്ള ഇരിക്കലുകൾ ആവശ്യമായിട്ട് വന്നേക്കാം, മയങ്ങിക്കിടക്കുന്ന യോഗനിദ്ര ആവശ്യമായിട്ട് വന്നേക്കാം, ഹിപ്നോസിസ് സ്റ്റേജിൽ ഒരു ട്രാൻസ് സ്റ്റേജിൽ ഇരിക്കുന്ന അവസ്ഥ ആവശ്യമായിട്ട് വന്നേക്കാം. എക്സ്റ്റേണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ മനസ്സിനെ ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിക്കുന്ന സമയത്താണ് നമ്മളിൽ നിന്ന് ഇത്തരം നിഗൂഢമായിട്ടുള്ള വെളിച്ചം പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ പോലും അറിയാതെ ഇവോൾവ് ചെയ്യുന്നതും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മതവും മറ്റ് ചട്ടക്കൂടുകളും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതായിട്ടുള്ള ഭൗതികവാദത്തിനപ്പുറത്തേക്ക് ഞാൻ പറയുകയാണ്, മതവും ഇവിടെ ഭൗതികവാദം തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ബിബ്ലിക്കൽ കോണ്ടക്സ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിൽ 2 പേര് അല്ലെങ്കിൽ അതിൽ അധികമോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒത്തുചേർന്ന് ദൈവത്തെ വിളിക്കുന്ന സമയത്ത് ദൈവം ആ കാര്യം സാധിച്ചു തരുന്നു. പലരും അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കൂട്ടത്തോടെ വന്നിരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിൽ വന്നിരുന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിക്കുക, ആ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നുള്ള രീതിയിലാണ് പലരും വ്യാഖ്യാനം ചെയ്യുന്നത്. പക്ഷെ ഈ 2 പേരെന്നതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോധ മനസ്സും നിങ്ങളുടെ അബോധ മനസ്സും ഇഴുകി ചേർന്നുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു കുതിരയ്ക്ക് വലിക്കാൻ പറ്റാത്തതായിട്ടുള്ള രഥം 2 കുതിരയെ വെച്ചുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ട് വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ബോധ അബോധ തലങ്ങൾ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഉന്നതമായിട്ടുള്ള വിജയത്തിലേക്ക് നിങ്ങളെ ദൈവം എത്തിക്കുമെന്നുള്ള ഒരു രഹസ്യമാണ്, ഒരു രഹസ്യത്തിന്റെ താക്കോലാണ് നമുക്ക് അവിടെ നൽകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി ഞാൻ സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. പല മതങ്ങളും പറയുന്നതിനനുസരിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, കഠിനമായിട്ട് പ്രാർത്ഥിക്കുക, യാചിക്കുക, പല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു എല്ലാ മതങ്ങളും കണക്കാണ്. എല്ലാ മതത്തിലെ ആചാര്യന്മാരും ഇങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ പ്രീച്ചിങ് നടത്തുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബലപ്രയോഗം, മനസ്സിനെ ബലപ്രയോഗം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ സാധിക്കാനായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരാജയത്തിലേക്കാണ് പോകുന്നത്. ദൈവം എന്ന് പറയുന്നത് ബലപ്രയോഗത്തിൽ കൂടെയല്ല സൃഷ്ടികർമ്മം നടത്തിയിട്ടുള്ളത്. ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേടേണ്ടതും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതും ബലപ്രയോഗത്തിൽ കൂടെയല്ല, സരളമായിട്ടുള്ള രീതിയിൽ, ലളിതമായിട്ടുള്ള രീതിയിൽ, വളരെ ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ടാണ് ക്രിയേറ്റീവ് പ്രോസസ് നടക്കുന്നത്. ഒരു കവി കവിത എഴുതുന്ന സമയത്ത് അവൻ പരിസരം മറന്നു പോവുകയാണ്. ഒരു ചിത്രകാരൻ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് അവന്റെ മനസ്സൊരു ട്രാൻസ് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അവൻ അവിടെ പ്രതിഫലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരൊന്നും ഒരു കല്ലെടുത്ത് പൊക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ശാരീരികമായിട്ടും മറ്റു രീതിയിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള പ്രോസസ്സുകളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മളെല്ലാം മറന്നു പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടില്ലേ? ഇതാണ് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ടാക്സി കാറിൽ കയറിയതിന് ശേഷം അതിലെ ഡ്രൈവറോട് പറയുകയാണ്, എനിക്ക് കോഴിക്കോട് പോകണം, എനിക്ക് എറണാകുളത്ത് പോകണം, എനിക്ക് തൃശ്ശൂർ പോകണം, എനിക്ക് തിരുവനന്തപുരത്ത് പോകണം, എനിക്ക് കണ്ണൂർ പോകണം, എനിക്ക് കാസർഗോഡ് പോകണം. ഡ്രൈവർ എന്ത് ചെയ്യും? ഡ്രൈവർ വിചാരിക്കും ഇവൻ എന്തോ പ്രശ്നമുണ്ട്, ഇവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. നിങ്ങൾ കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കാത്ത കൊണ്ട് ഡ്രൈവർക്ക് അത് പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ജോസഫ് മർഫിയെ പോലെയുള്ള ചിന്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ വണ്ടർഫുൾ ആയിട്ട് അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ഒരു ആശയമാണിത്, ഒരു ഉദാഹരണമാണിത്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ ഡ്രൈവറിനെ പോലെയാണ്. ഉപബോധ മനസ്സിലേക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഉപബോധ മനസ്സ് വണ്ടി അവിടെ നിർത്തി കൈകെട്ടിയിരിക്കും. നീ ആദ്യം ഒരു തീരുമാനത്തിലേക്ക് എത്തുക, എന്നിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോവാം. അപ്പൊ നമ്മുടെ ബോധമനസ്സിന്റെ ചോദ്യങ്ങൾ, ബോധമനസ്സിന്റെ സംശയങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളെ പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിന്റെ ഇത്തരത്തിലുള്ള പിറുപിറുപ്പുകളെ ഓരോന്നിനെയും ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സൊരു താമര വിരിയുന്നത് പോലെ നിങ്ങളുടെ ചക്രങ്ങളിലൂടെ വിരിഞ്ഞു വരികയാണ്. ട്രാൻസ് സ്റ്റേജിലേക്ക്, ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആക്സസ് എടുക്കുകയും നിങ്ങളുടെ ആത്മാവിനെ കാരണതലവും കൂടി പെനട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ട് നിങ്ങൾ തിരിച്ചറിയുകയാണ്. ഇതാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നതായിട്ടുള്ള കുണ്ടലിനി അവേക്കനിങ്, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ പീക്ക് സ്റ്റേജിൽ എത്തുമ്പോഴുള്ള എൻലൈറ്റൻമെന്റിലേക്കൊക്കെ എത്തുന്നതിന്റെ വഴി എന്ന് പറയുന്നത്. ഈ പാതയിലൂടെ പോകുന്ന സമയത്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത് നമുക്ക് റിവീൽ ആയി വരുന്നത്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത് റിവീൽ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ടുള്ള കർമ്മ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. കർമ്മത്തെ ഈശ്വരനെ പോലെ കാണുന്ന സമയത്ത്, സത്യത്തിനെ ഈശ്വരനെ പോലെ കാണുന്ന സമയത്ത് നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശക്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മളെ സംശയാലുക്കളായിട്ട് വെക്കുകയാണ് സെമിറ്റിക് റിലീജിയൻസും എബ്രഹാമിക് റിലീജിയൻസും അതുപോലെയുള്ള ചില സയന്റിഫിക് ട്രഡീഷൻസിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതായിട്ടുള്ള എത്തീസ്റ്റുകളുടെ സംഘടനകളുമൊക്കെ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് യു ആർ അൺലിമിറ്റഡ് ബീയിങ് എന്നുള്ളതാണ്. യു ഹാവ് എ വണ്ടർഫുൾ കോൺഷ്യസ്നെസ്. എവറിത്തിങ് നിങ്ങളുടെ കോൺഷ്യസ്നെസ് ആണ് ഫിഗർ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പെർസെപ്ഷൻ അപ്പുറത്തേക്കുള്ള അവസ്ഥകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നുള്ള സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയുന്ന സമയത്താണ് നിങ്ങൾക്കൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള സൂപ്പർ ഹ്യൂമൻ എന്നുള്ള അവസ്ഥയിലേക്ക്, സാധാരണ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഉയർന്നു പറന്നുയരാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ ഭാവന എന്ന് പറയുന്നത്, നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഭാവനയാണ്. ഭാവനയെ കയറൂരി വിടാനായിട്ട് സാധിക്കും. എന്നാൽ ഭാവനയെ കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടും സാധിക്കും. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മളുടെ മുന്നിൽ നമ്മളൊരു കേസിൽ പെട്ടിരിക്കുകയാണ്. ആ കേസിൽ പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരി കിട്ടിയിരുന്നെങ്കിൽ, കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഇതിൽ നിന്നൊന്ന് ഊരി കിട്ടാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഭാവന ചെയ്യുന്നത് എന്താണ്? കോടതിയിൽ പോകുന്നതും അതിന്റെ നൂലാമാലകളും, അല്ലെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പാകാതെ വളരെ ടഫായിട്ടുള്ള സിനാരിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും, നമ്മൾ തോൽക്കുന്നതും നമുക്ക് ശിക്ഷ കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്ത് ഈ ഭാവനയെയും ഈ ആഗ്രഹത്തിനെയും ഒരേ ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടക്കുതിരയെ പോലെ നമ്മുടെ ശക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് വിജയത്തിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അനുഭവ സാക്ഷ്യങ്ങൾ ജോസഫ് മർഫിയുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്നതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കേസുകൾ, ഭാവനയും ആഗ്രഹവും ഒരേ ദിശയിൽ വരുത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള മഹാരഹസ്യം എന്ന് പറയുന്നത്. കാരണം ഭാവനയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു പവർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയുള്ളത് പ്രാർത്ഥന എന്നുള്ള കാര്യമാണ്. പലരും പ്രാർത്ഥന എന്ന് കേൾക്കുന്ന സമയത്ത് ദൈവത്തിനോട് ഇങ്ങനെ കൈകൂപ്പി പിടിച്ചുകൊണ്ട്, ദൈവമേ അത് സാധിക്കണേ, ഇത് സാധിക്കണേ, എനിക്ക് അങ്ങനെ വരുത്തരുതേ, ഇങ്ങനെ വരുത്തരുതേ, പ്രൊട്ടക്ട് ചെയ്യണേ എന്നുള്ള രീതിയിലുള്ള മുറവിളികളാണ്. ഈ മുറവിളികൾ ദൈവത്തിനെ അലോസരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യു ആർ എ കമാൻഡർ. നിങ്ങൾക്ക് ദൈവം അദ്ദേഹത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിധിയുടെ, നിന്റെ ഡെസ്റ്റിനിയുടെ കമാൻഡർ എന്ന് പറയുന്നത് നീ തന്നെയാണ്. നിന്റെ മൂല്യങ്ങളിലൂടെയാണ് നീ നിന്റെ വിധിയിലേക്ക്, ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മൂല്യങ്ങളായിട്ട് മാറുന്നത് എന്താണ്? നമ്മളുടെ ബേസിക് തോട്ടാണ്, നമ്മളുടെ ചിന്തയാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള തോട്ട്, അത് ഉണ്ടാക്കുന്നതായിട്ടുള്ള എനർജി, അത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് തോട്ട്സ് ആണ് നമ്മളുടെ പിന്നീട് നമ്മളുടെ വാക്കുകളായിട്ട് മാറുന്നതും നമ്മുടെ സംസാരങ്ങളായിട്ട് മാറുന്നതും. നമ്മളുടെ സംസാരങ്ങളാണ് പതിയെ നമ്മൾ പ്രവൃത്തിയായിട്ട് മാറുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തികളായിട്ട് മാറുകയാണ്. ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്ന മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, നിങ്ങൾ വായ കൊണ്ട് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ നന്മകൾ തുടങ്ങിയ കാര്യങ്ങൾ.
ഈ വായ കൊണ്ട് പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ കാര്യങ്ങളും കൂടി എങ്ങനെയാണ് ചേർന്ന് വരുന്നത്? നിങ്ങളുടെ പറച്ചിലുകൾ പ്രവർത്തികളാകുമ്പോൾ പ്രവർത്തികൾ വീണ്ടും 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 റിപ്പീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അത് നമ്മുടെ ഹാബിറ്റ്സ് ആയിട്ട് മാറുന്നു. മുൻപുള്ള ചില വീഡിയോയിലൊക്കെ ഞാനിത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹാബിറ്റ്സ് ആണ് പിന്നീട് നമ്മളുടെ വാല്യൂസ് ആയിട്ട് മാറുന്നത്, മൂല്യങ്ങളായിട്ട് മാറുന്നത്. ആ മൂല്യങ്ങളാണ് നമ്മളുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് നമുക്ക് വേണ്ട സൊല്യൂഷൻ എന്നതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ സൊല്യൂഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നതായിട്ടുള്ള ചിന്തകൾ, ഭാവനകൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം എന്നുള്ളത് അഡ്രസ് ചെയ്യുന്നു. അതൊരു ചിന്തയാണ് അതിന്റെ ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഈ പ്രശ്നത്തിലേക്കുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഉപബോധ മനസ്സിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അറിയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രശ്നം എന്ത് ചെയ്യാണ്? ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള രീതിയിൽ. കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലല്ല കൊടുക്കേണ്ടത്. കണ്ടെത്തണം. ദാറ്റ് ഈസ് എ കമാൻഡ്. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ്, ഇത് ഓൾറെഡി യാഥാർത്ഥ്യമായി എന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുകയാണ്. എനിക്ക് വേണ്ടതായിട്ടുള്ള എൻ്റെ ഐശ്വര്യങ്ങൾ, എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ വിജയങ്ങൾ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. എനിക്ക് വേണ്ട വീട് ഓൾറെഡി ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ട വാഹനം ഓൾറെഡി എൻ്റെ കാർ പോർച്ചിൽ കിടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടതായിട്ടുള്ള വിജയം ഓൾറെഡി ഞാൻ അതിന്റെ സ്റ്റെപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ഓൾറെഡി കിട്ടിയെന്ന് നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക. നിങ്ങളുടെ മനസ്സാണ് ഇതിനെല്ലാത്തിനും ബ്ലോക്ക് നിൽക്കുന്നത്. അപ്പൊ ഈ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ടാണ് പല സമയത്തും നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നത്. ഈ മനസ്സിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല സമയത്തും നമ്മൾ ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുന്നത്. അതിനായിട്ട് ജോസഫ് മർഫി നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നമ്മളുടെ ഋഷിവര്യന്മാർ വളരെ പണ്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, യോഗനിദ്ര എന്ന് പറയുന്ന ഒരു സംഗതി. മർഫി യോഗനിദ്ര എന്നുള്ള പേരിലല്ല പറയുന്നത്. അദ്ദേഹം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ശാന്തമായിട്ട് കിടക്കുന്നതായിട്ടുള്ള മയങ്ങിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു യോഗനിദ്രയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ് ഹിപ്നോസിസ് ലൈക്ക് സ്റ്റേജിലേക്ക് നമ്മളെ തന്നെ എത്തിക്കുകയാണ്. അവിടെ നമ്മളെ ഋഷിവര്യന്മാർ എൻലൈറ്റൻമെന്റ് ആണ് ലക്ഷ്യം പറഞ്ഞു തന്നത് എന്നുണ്ടെങ്കിൽ, ഈ എൻലൈറ്റൻമെന്റിലേക്ക് എത്തുക എന്നുള്ളത് എബ്രഹാം മാസ്ലോയുടെ തിയറീസ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് പല നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് അതിന്റെ ഉയരങ്ങളിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കും എൻലൈറ്റൻമെന്റിലേക്കും എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്താണ് വർത്തിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സമൃദ്ധിയുടെ വഴികളിലൂടെ നമ്മൾ വിജയത്തിന്റെ പീക്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയിൽ, ട്രാൻസ് ആയിട്ടുള്ള സ്റ്റേജിൽ, യോഗനിദ്ര പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഷ്വലൈസേഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് ആക്ച്വലി നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പതിയെ പതിയെ നിങ്ങളുടെ മനസ്സിന്റെ ചോദ്യങ്ങൾ അവസാനിക്കും. നിങ്ങളൊരു കുട്ടിയോട്, ഒരു വ്യക്തിയോട് ഒരു പുതിയ കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത്, അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് പല ചോദ്യങ്ങളായിരിക്കും, പല സംശയങ്ങളായിരിക്കും. നിങ്ങൾ കൽക്കി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ മികച്ച സിനിമയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമയാണത്. ആ സിനിമയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി, അശുദ്ധാത്മാവ് അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിനോട് എപ്പോഴും ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ, അയാളാണോ ഏറ്റവും വലിയ യോദ്ധാവ്? ഈ കുട്ടി റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ മറ്റൊരു വിധത്തിൽ വീക്ഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് നമ്മുടെ മനസ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിനെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വാച്ച് ദ ഷോ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉപബോധ മനസ്സിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട് പോവുകയാണ്. നിങ്ങൾ കാലാകാലങ്ങളായിട്ട് സ്വപ്നം കണ്ടതും മറ്റുള്ളവരോട് പറയാതെ അടിച്ചമർത്തി വെച്ചതായിട്ടുള്ള ആഗ്രഹങ്ങളും വിജയത്തിന്റെ തേരിലേറ്റിക്കൊണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നിങ്ങളുടെ ആത്മാവിന്റെ സംരക്ഷകനായിട്ടുള്ള കാരണതലവും അബോധതലങ്ങളും ഉപബോധ മനസ്സുമുണ്ട്. അതിനെ ഉപയോഗിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൃഷ്ടാവ് നൽകിയിട്ടുള്ളതായിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ലൈക്ക് എ ക്രിയേറ്ററിനെ പോലെ തന്നെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചെയ്തുകൊണ്ട് വിജയത്തിന്റെ ഉന്നതമായിട്ടുള്ള ഗിരിശൃംഗങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.